ഹായ് ഫ്രണ്ട്സ്, ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് തയ്യാറാക്കാം. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ വച്ച് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബൗളിലേക്ക് കുറച്ച് നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 4 സ്ലൈസ് ബ്രെഡ് ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വയ്ക്കാം. ഇനി നമുക്ക് ഒരു സവാള ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൊണ്ടിട്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മി പിടിപ്പിക്കണം. അതിനുശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഇഞ്ചി നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് ആക്കിയത്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ഒന്ന് പേസ്റ്റ് ആക്കിയതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി ഒന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഒന്ന് എടുത്ത് ഇതുപോലെ ഒന്ന് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമെല്ലാം ഒന്ന് പിഴിഞ്ഞ് എടുക്കാം. ഇനി ഈ ബ്രെഡ് ഈ സവാളയിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് തയ്യാറാക്കാവുന്നതാണ്. ഞാനിവിടെ ഈ ഷേപ്പിലാണ് ഓരോന്നും ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഇവിടെ ഒരു പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചൂടായ ഓയിലിലേക്ക് ഇത് ഓരോന്നും ഇട്ട് കൊടുക്കാം. ഇനി ഇത് തിരിച്ചു മറിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ബ്രെഡും സവാളയും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് ആണ്. അതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. താങ്ക്